ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ബാംഗ്ലൂരോട്ട് പോവാണ്. അപ്പോൾ ഇതാ അമ്മ ദാ റെഡി ആവുന്നു. ഹായ് അമ്മ. മാമ മാമ ഇങ്ങോട്ട് നോക്ക്. ഹായ് ഹായ് പറ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ബാഗെല്ലാം റെഡിയാക്കി നമ്മൾ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു വലിയ ഇതൊന്നും നമുക്കില്ല ഇപ്പോൾ പോകുന്നതിന്. എനിക്കില്ല, അമ്മയ്ക്ക് ഭയങ്കര, എനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളിനി ബസ്സിലൊക്കെ കയറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. കാണാം. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കപ്പ് കേക്ക് വാങ്ങി കഴിച്ച്. എനിക്കെന്നാൽ മുഖത്ത് ചിരിയോ സന്തോഷമോ ഒന്നും വരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇപ്പം നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം ഒരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അമ്മ ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ചിരിക്കുന്നില്ല. എനിക്കൊരു താല്പര്യമില്ലാത്ത കണക്കായിരുന്നു. അമ്മ ട്രെയിനിൽ കയറി ഉടനെ കിടക്കാനങ്ങ് തുടങ്ങി. എൻ്റെ സീറ്റ് എനിക്കുള്ളതാണ്, ആരും അതിൻ്റെ അകത്ത് കിടക്കരുതെന്നും പറഞ്ഞ് അമ്മയും കിടക്കാൻ തുടങ്ങി. അമ്മാമ്മ പയ്യെ ബിസ്ക്കറ്റൊക്കെ തിന്നാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറേ ട്രെയിനിലൊക്കെ ഇരുന്ന് നല്ല രസമായിരുന്നു. ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇരിക്കാനും ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാനും. പിന്നെ അമ്മ കിടന്ന് നമ്മൾ ലേറ്റായേ കഴിക്കാനൊക്കെ. പിന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തൂടെയൊക്കെ ട്രെയിനൊക്കെ പോയി അതൊക്കെ നോക്കിയിരുന്ന്. പിന്നെ ഞാനും അമ്മാമ്മയും ഭയങ്കര സംസാരമായി. പിന്നെ ഞാനങ്ങ് നല്ല ഓണായി, നല്ല രസമൊക്കെ ആയി. പിന്നെ ഞാനും അമ്മാമ്മയും ഭയങ്കര ഇതൊക്കെയാണ്. എൻ്റെ അമ്മയെക്കാളും ക്യൂട്ട് എൻ്റെ അമ്മാമ്മയാണ്. ഭയങ്കര രസമാണ് എൻ്റെ അമ്മാമ്മ, അല്ലേ അമ്മ? ഭയങ്കര രസമാണ്. അമ്മാമ്മേൻ്റെ ചില സമയത്തെ കോമഡിയാണ് സീൻ. ഞാനാണെങ്കിൽ അമ്മാമ്മയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നു. അമ്മാമ്മയാണെങ്കിൽ സ്റ്റാച്ചു പോലെ അങ്ങ് ഇരിക്കുക. ഒന്നും അമ്മാമ്മയ്ക്ക് കേൾക്കാൻ പറ്റാത്ത കണക്ക് സ്റ്റാച്ചു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അമ്മാമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മാമ്മ ഒരു സ്റ്റാച്ചു പോലെ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞ അമ്മാമ്മയ്ക്ക് ചെവി കേട്ടുവിടന്ന്. അമ്മാമ്മ അങ്ങ് ഏതൊരു ലോകത്തിരിക്കുന്ന കണക്ക് സ്റ്റാച്ചു ആയിട്ടങ്ങ് ഇരിക്കുന്നു. ഇപ്പോഴാണ് ഒരു എക്സ്പ്രഷൻ തന്നെ അമ്മാമ്മയുടെ മുഖത്ത് വന്നത്. പിന്നെ അങ്ങോട്ട് ആളായി, എല്ലാ സീറ്റിലും ആളൊക്കെ ആയി. പിന്നെ അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മാമ്മയൊക്കെ ആയിട്ട് പറഞ്ഞങ്ങ് ചിരിയായിരുന്നു. അപ്പം ഞാനും പറഞ്ഞ് ചിരിച്ചു. അമ്മ വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ട്രെയിനിൽ കയറിയത് ടിപ്പിക്കൽ മമ്മീസ് അങ്ങനെയാണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ചിരിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനും ചിരിച്ചു. പിന്നെ ഇത് അമ്മയാണ്, എൻ്റെ അമ്മയാണിത് ഷോളൊക്കെ മൂടി കിടക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര തണുത്ത്. അപ്പം അമ്മ ഷോളൊക്കെ മൂടി കിടന്ന് അമ്മ ഒറ്റയ്ക്ക് ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങി. അമ്മയ്ക്കിപ്പം അങ്ങനെ ഒരു താല്പര്യം വന്ന് തുടങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തിയും മീൻകറിയായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അപ്പം അത് കഴിക്കാൻ തുടങ്ങി. എനിക്ക് പക്ഷേ മീൻകറി ഇഷ്ടപ്പെട്ടു. ഞാൻ ചപ്പാത്തി ഒരെണ്ണം വെറുതെ കഴിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര വിശപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കഴിച്ച്. രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര ബഹളം. നോക്കിയപ്പോൾ അടി കൂടുന്നു ട്രെയിനിൽ. അപ്പുറത്തെ ബോഗിയിലുള്ള ആൾക്കാർ, അപ്പുറത്തും കുറേ പേര് അടി ഇടുന്നുണ്ടായിരുന്നു, ഇപ്പുറത്തും. അങ്ങനെ നമുക്ക് ഉറക്കില്ല, നമ്മൾ അടി ഇരുന്ന് കണ്ട് കുറേ നേരം. പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി, ബാംഗ്ലൂരൊക്കെ എത്തി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച്. നമ്മുടെ തൊട്ടപ്പുറത്ത്, നമ്മൾ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച്. ഞാൻ ചിക്കൻ കറി റൊട്ടി ചപ്പാത്തി ആയിരുന്നു കഴിച്ചിരുന്നത്. അമ്മാമ്മ ബെറോട്ട, ഞാൻ മാത്രം ചപ്പാത്തി. അമ്മ ചൂട് കാരണം അമ്മയുടെ നാക്ക് പൊള്ളി, അതാണ് അമ്മ പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ കഴിച്ച് നല്ല രസമുണ്ട്. ഇപ്പം ഈ കുപ്പി കണ്ടില്ലേ, നല്ല കുപ്പി, അത് വാങ്ങണമെന്നൊക്കെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ റൂമിലൊക്കെ വന്ന്, ഇതാണ് നമ്മളെ റൂം. നമ്മൾ ഹോട്ടൽ സിറ്റി ടവറിലാണ് നമ്മുടെ റൂം. ഞാൻ വന്ന് കിടന്ന് ഉറക്കമായി. അമ്മാമ്മ അവിടെ അമ്മാമ്മയുടെ ചെവി വയ്ക്കുന്ന സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മയുടെ ചെവി വയ്ക്കുന്ന സാധനം കാണുന്നില്ല. അപ്പം ഞാനും അമ്മാമ്മയൊക്കെ അമ്മാമ്മ ഫോൺ വിളിക്കുകയാണ് ഗൈസ്. അമ്മാമ്മയ്ക്ക് പുതിയ ഫോണൊക്കെ കിട്ടി. അപ്പം അത് വെച്ച് അമ്മാമ്മ ഫോണൊക്കെ വിളിക്കാനൊക്കെ പഠിച്ച്. പിന്നെ അമ്മ ബാത്റൂമൊക്കെ കാണിക്കുകയാണ്. നല്ല ബാത്റൂമാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല റൂം, നല്ല ബാത്റൂം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് നല്ലതായിട്ട് ഉറങ്ങി എണീച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ബിരിയാണിയാണ്. അമ്മാമ്മ ചോറ് കഴിച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമും സിപ്പപ്പും വാങ്ങിച്ചായിരുന്നു തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന്. പിന്നെ അതൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വിചാരിക്കണം. ഇതെല്ലാം ഞാൻ നേരിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യും. അമ്മാമ്മ ഇതൊക്കെ പറയുന്നത്.
ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഒക്കെ പറയാം. അമ്മ ഇതെല്ലാം നല്ലില്ലേ? വേണ്ട വേണ്ട. ആ ആളുകൾ എന്തിനു പറയാം. അപ്പൊ ഇത് ഉറപ്പായിട്ട് വിടും. ഗൈസ്, ഇതാണ് എന്റെ അമ്മാമ്മ. ഈ അമ്മാമ്മയാണ് സൺസ്ക്രീനിന് പകരം ഹെയർ ക്രീം എടുത്തിട്ടത് മുഖത്ത്. എന്നിട്ട് ചോദിച്ചു ഇനി എന്താ ഇടേണ്ടെന്ന്. നിങ്ങൾ വിചാരിക്കും നമ്മൾ എപ്പോഴും കഴിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും കഴിക്കുകയാണ് ചെയ്യുന്നത്.